ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ അമ്പയർമാരുടെ മോശം തീരുമാനങ്ങളുടെ പേരിലുള്ള വിവാദം തുടരുന്നു. രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് വിവാദ സംഭവം. ട്രാവിസ് ഹെഡിന്റെ റണ്ണൌട്ടുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തീരുമാനിച്ചത്. ഹൈദരാബാദിന്റെ ബാറ്റിംഗിന്റെ 15ാം ഓവറിലായിരുന്നു സംഭവം. ആവേശ് ഖാൻ എറിഞ്ഞ ഓവറിലെ 3ാം പന്തിൽ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ കിടിലൻ ത്രോ സ്റ്റംപിൽ കൊണ്ടു. ഈ സമയം ട്രാവിസ് ഹെഡ് ക്രീസിന് പുറത്തായിരുന്നു. തിരിച്ച് ക്രീസിലേക്ക് ബാറ്റ് കുത്താൻ ഹെഡ് ശ്രമിച്ചിരുന്നു. തേർഡ് അമ്പയറുടെ പരിശോധനയിൽ പന്ത് സ്റ്റംപിൽ കൊള്ളുമ്പോൾ നേരിയ വ്യത്യാസത്തിൽ ബാറ്റ് വായുവിലായിരുന്നു. എന്നാൽ തേർഡ് അമ്പയർ വിചിത്രമായി ഇത് റണ്ണൌട്ട് നൽകിയില്ല. തീരുമാനം സഞ്ജു അടക്കം ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ദേഷ്യമടക്കാനാവാതെ സഞ്ജു ഇക്കാര്യം അമ്പയറോട് ചോദിക്കുകയും ചെയ്തു. ഡഗ്ഔട്ടിലിരുന്ന രാജസ്ഥാൻ ടീം ഡയറക്ടർ കുമാർ സംഗക്കാരെയും അമ്പയറോട് കയർക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ ഇത് നോട്ട് ഔട്ടാണെന്ന തീരുമാനത്തിൽ തേർഡ് അമ്പയർ ഉറച്ചുനിന്നു. ഈ സീസണിൽ നിരവധി തവണയാണ് തെറ്റായ തീരുമാനം അമ്പയർമാരെടുത്തിരിക്കുന്നത്. ഇതെല്ലാം വിവാദത്തിലാവുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ ഹെഡിന്റെ റണ്ണൌട്ടും വിവാദത്തിന്റെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സഞ്ജു സാംസന്റെ മികച്ച നീക്കമാണ് ഫലം കാണാതെ പോയത്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ ആവേശ് ഖാൻ ഇതിന് പ്രതികാരം വീട്ടി. ഹെഡിനെ ആവേശ് ക്ലീൻ ബൗൾഡാക്കുകയായിരുന്നു. 44 പന്തിൽ 58 റൺസ് നേടിയ ഹെഡിനെ കൂടുതൽ അപകടകാരിയാവും മുമ്പ് പുറത്താക്കാൻ ആവേശ് ഖാനായി. ഈ വിക്കറ്റ് ആവേശ് ഖാൻ തൊട്ടടുത്ത പന്തിൽ തന്നെ വീഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ തേർഡ് അമ്പയറുടെ ചതി വലിയ ചർച്ചയായി മാറുമായിരുന്നു എന്ന് ഉറപ്പാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.